പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത, മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുരക്ഷാ പരിശോധനയ്ക്ക് അനുമതി ലഭിച്ചു എന്നുള്ളതാണ്. മുല്ലപ്പെരിയാർ സുരക്ഷാ പരിശോധന നടത്തണമെന്ന കേരളത്തിന്റെ ആവശ്യം കേന്ദ്ര ജല കമ്മീഷൻ അംഗീകരിച്ചിരിക്കുകയാണ്. ഈ വാർത്തയോട് പ്രതികരിക്കാൻ മന്ത്രി റോഷി അഗസ്റ്റിൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ. മിനിസ്റ്റർ, ഇപ്പോൾ കേന്ദ്ര ജല കമ്മീഷൻ സംസ്ഥാനത്തിന്റെ ആവശ്യം അംഗീകരിക്കുന്നത് നീണ്ട 13 വർഷങ്ങൾക്കിപ്പുറമാണ്. എന്താണ് ആദ്യ പ്രതികരണം? കേരളത്തിന്റെ ആവശ്യം ന്യായമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. കേരളം ആവശ്യപ്പെട്ടത് കേരളത്തിന്റെ സുരക്ഷയും തമിഴ്നാടിന് ആവശ്യമായ ജലലഭ്യതയും ഉറപ്പുവരുത്താമെന്നുള്ളതായിരുന്നു. നിരന്തരമായി കേരളം ആവശ്യപ്പെട്ട ഒരു വിഷയമാണ് അണക്കെട്ടിന്റെ സുരക്ഷാ പരിശോധന. ഈ സുരക്ഷാ പരിശോധന നടത്തുന്നതിന് ഇന്ന് എംപവർ കമ്മിറ്റി 2011 ഇതിനു മുമ്പ് ഈ സുരക്ഷാ പരിശോധന നടത്തിയത്. ഇന്ന് കൂടിയ കേന്ദ്ര ജല കമ്മീഷൻ ആസ്ഥാനത്ത് ചേർന്ന യോഗത്തിൽ ഈ തീരുമാനം 12 മാസത്തിനകം സുരക്ഷാ പരിശോധന നിരന്തരമായി കേരളം ആവശ്യപ്പെട്ടിരുന്ന വിശദമായ അണക്കെട്ട് സുരക്ഷാ പരിശോധന നടത്താൻ തീരുമാനമെടുത്തു എന്നുള്ളത് ഏറെ ആശ്വാസകരമാണ്. വളരെയേറെ നമ്മുടെ ഇത്തരം കാര്യങ്ങൾ ഉയർന്നു വന്ന വിഷയങ്ങൾ ഗവൺമെന്റിനും അതല്ലെങ്കിൽ ഈ സമിതി മുമ്പാകെ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട ഒരു തെളിവാണ്. ഇത് മാത്രമല്ല, ഇതിന്റെ ഭാഗമായി തന്നെ വളരെ വിദഗ്ധമായ പരിശോധന നടത്തുന്നതിന് എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത്? ഘടനാപരമായ സുരക്ഷ, അണക്കെട്ടിന്റെ ഭൂകമ്പ പ്രതിരോധ സുരക്ഷ, പ്രളയ സുരക്ഷ, ഓപ്പറേഷൻ സുരക്ഷ, ഇതൊക്കെ അതിന്റെ ഭാഗമായി വരും. അപ്പൊ ഇതൊക്കെ സ്ഥാപനങ്ങളിൽ നടത്തുന്ന നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കാനാണ് ഇന്ന് തീരുമാനം പറഞ്ഞിട്ടുള്ളത്. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമാണ്. 2021 ഡാം സേഫ്റ്റി ആക്ട് വന്നതിന് ശേഷം 2026 മാത്രം മതിയെന്ന് തമിഴ്നാടിന്റെ വാദം തള്ളിക്കൊണ്ടാണ് ഈ തീരുമാനം അംഗീകരിച്ചത് എന്നുള്ളതും ഒരു പ്രത്യേകതയായി കാണേണ്ടതായിട്ടുണ്ട്. മിനിസ്റ്റർ, ഇപ്പോൾ 12 മാസത്തിനുള്ളിൽ പരിശോധന പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. അപ്പോൾ ഈ പരിശോധന എപ്പോൾ തുടങ്ങും എന്നടക്കമുള്ള വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ടോ കേന്ദ്രം? ഇല്ല, അതിപ്പോ നമുക്കൊരു തീരുമാനം എടുത്തിട്ടില്ലേ ഉള്ളൂ. ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ആ കാര്യങ്ങൾ ആവശ്യപ്പെടും. വളരെ പെട്ടെന്ന് ഇത്തരം കാര്യങ്ങൾ നടത്തണം. എങ്കിൽ മാത്രമാണ് ഈ തീരുമാനങ്ങൾ അടിയന്തരമായി നടപ്പിലാക്കാനായിട്ട് സാധിക്കുന്നത്. മാത്രമല്ല, മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ അടിയന്തര കർമ്മ പദ്ധതി, എമർജൻസി ആക്ഷൻ പ്ലാൻ, ഒരു പുതിയ ഡാം പുതുക്കിയ ഡാം ബ്രേക്ക് അനലൈസിന്റെ അടിസ്ഥാനത്തിൽ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ മേൽനോട്ട സമിതി തമിഴ്നാട് നിർദ്ദേശം നൽകിയതും ഇതിന്റെ ഭാഗമായി തന്നെയാണ്. മിനിസ്റ്റർ, അതുപോലെ തമിഴ്നാടുമായി കേരളത്തിന് വളരെ നല്ല ബന്ധമാണല്ലോ ഉള്ളത്. പക്ഷേ പരിശോധനയെ തമിഴ്നാട് എതിർക്കുകയായിരുന്നു. അപ്പോൾ അവരെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഈ പരിശോധനയിലേക്ക് കടക്കാനാകുമെന്നുള്ള ആത്മവിശ്വാസമുണ്ടോ? ഉണ്ടല്ലോ. പരിശോധനയെ എതിർക്കുകയല്ലായിരുന്നല്ലോ അവർ ചെയ്തത്. അവർ 2026 മതി എന്ന നിലയാണ് സ്വീകരിച്ചത്. പക്ഷേ ഈ 2026 മതി എന്നുള്ളത് 2021 ഡാം സേഫ്റ്റി ആക്ട് വന്നതിന് ശേഷം 5 വർഷം എന്ന നില കണക്കിലെടുത്തുകൊണ്ടാണ്. എന്നാൽ നമ്മൾ കണക്ക് കൂടുന്നത് 2011 ഇതുമായി ബന്ധപ്പെട്ട് വിദഗ്ധ പരിശോധന നടത്തുന്ന അല്ലെങ്കിൽ ഒരു തീരുമാനം ഇതിനു മുമ്പ് തന്നെ എംപവർ കമ്മിറ്റി മുമ്പായി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ 2011 ഇങ്ങനെ ഒരു സ്ഥിതി വന്ന സാഹചര്യത്തിൽ ഈ ഡാം സേഫ്റ്റി അതോറിറ്റി വന്നതിന് ശേഷമുള്ള 5 വർഷം പോരാ. 2011 ശേഷം ഇത്രയും വർഷം കടന്നുപോയിരിക്കുന്നു. അതുകൊണ്ട് എമർജൻസിയായി ഈ കാര്യങ്ങളിൽ തീരുമാനം എടുക്കാമെന്നുള്ള നമ്മുടെ വാദം ശക്തമായി. അത് അംഗീകരിക്കുക എന്നുള്ളതാണ് അതിന്റെ പ്രാധാന്യം. തമിഴ്നാട് എതിർക്കുന്നു എന്നുള്ളതല്ല. ഈ ഡാം സേഫ്റ്റി അതോറിറ്റി വന്നതിന് ശേഷമുള്ള 5 വർഷം എന്നതിനേക്കാൾ ഉപരിയായി 2011 ആണ് ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു പരിശോധന നടത്തിയത്. അതിനുശേഷം ഇത് ഇത്രയും വർഷം കടന്നുപോയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇനി ആ ഒരു കാലഘട്ടത്തിന് വേണ്ടി കാത്തിരിക്കരുത്. എമർജൻസിയായി നടത്തണമെന്നുള്ള നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനം വന്നിട്ടുള്ളത്. അത് ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണോ? അത് മാത്രമല്ല, നമ്മുടെ മാറി വരുന്ന കാലാവസ്ഥയും സാഹചര്യങ്ങളും എല്ലാം ഇതിന്റെ ഭാഗമായി തന്നെ നമുക്ക് ശ്രദ്ധയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു. അത് അതിഭംഗിയായി അത് നമുക്ക് പ്രസിദ്ധീകരിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. കേരളത്തെ പ്രതിനിധീകരിച്ച ഡോക്ടർ ബി അശോക്, പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീ പ്രിയേഷ, ചീഫ് എഞ്ചിനീയർ, അന്തർ സംസ്ഥാന നദീജലം അദ്ദേഹത്തിന്റെ ചുമതലയും കൂടി അദ്ദേഹത്തിനാണ്. തമിഴ്നാടിനെ പ്രതിനിധിച്ച ഡോക്ടർ കെ മണിവാസൻ, അഡീഷണൽ ചീഫ് സെക്രട്ടറി ശ്രീ ആർ സുബ്രഹ്മണ്യൻ, ചെയർമാൻ കാവേരി ടെക്നിക്കൽ സെൽ എന്നിവരൊക്കെ പങ്കെടുക്കുന്നുണ്ടായി. ഇതിൽ നമ്മൾ ഉന്നയിക്കപ്പെട്ട വാദങ്ങൾ വളരെ കറക്റ്റാണ് എന്ന് തീർച്ചയായിട്ടും ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതും കേന്ദ്ര ജല കമ്മീഷൻ അത് കൃത്യത കൂടി പരിശോധിച്ചു എന്നുള്ളതിലും വളരെയേറെ നന്ദിയുണ്ട്. തീർച്ചയായും ആശ്വാസകരമായ വാർത്ത തന്നെയാണ്. വളരെ വളരെ നന്ദി മിനിസ്റ്റർ. ഇപ്പോൾ മന്ത്രി റോഷി അഗസ്റ്റിനാണ് പ്രതികരിച്ചത്.